അലൈക്കും. ആദരണീയരായ ഗുരുനാഥന്മാരെ, സ്നേഹനിധികളായ എൻ്റെ വർണ്ണശലഭങ്ങളെ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാം കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. എന്നാൽ സഹ്റ ഫസ്റ്റിൻ്റെ ഈ സുന്ദര വേദിയിൽ നിങ്ങളോടൊരു കൊച്ചു കഥ പറയാം. ശ്രദ്ധിച്ചു കേൾക്കണേ. കുറച്ചു നേരം നിങ്ങളുടെ കണ്ണും കാതും ഇങ്ങോട്ട് തിരിച്ചു വെക്കണേ. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ മഹാന്റെ ചരിത്രമാണിത്. എൻ്റെ കഥയുടെ പേര് ഹബീബിനെന്ത് പറ്റി. അതാ കൗബയുടെ പരിസരത്ത് ഒരാൾക്കൂട്ടം. അവിടെ ഒരു ഗംഭീര പ്രസംഗം നടക്കുകയാണ്. പ്രഭാഷകൻ ആരാണെന്നറിയാമോ? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുസ്ലിങ്ങൾ വെറും 38 പേർ മാത്രമുള്ള സമയത്താണ് മക്കയിലെ ഖുറൈശികളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് സിദ്ദീഖ് തങ്ങൾ. പ്രസംഗം കേട്ട് കല്ലിമൂത്ത ശത്രുക്കളിയിലെ ഉതുബ എന്ന ദുഷ്ടൻ സിദ്ദീഖ് തങ്ങളെ മുഖത്ത് ആണി തറച്ച ചെരുപ്പെടുത്ത് ആഞ്ഞടിച്ചു. അടിയുടെ ശക്തി സിദ്ദീഖ് തങ്ങൾ ബോധം കെട്ടു വീണു. വിശ്വാസത്തിൻ്റെ വെളിച്ചം ജ്വലിച്ചു നിൽക്കുന്ന ആ സുന്ദരവദനം വികൃതമായി. എല്ലാവരും മഹാൻ മരിച്ചു പോയെന്നു കരുതി ഉറ്റവർ സിദ്ദീഖിനെ വാരിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ഉപ്പയും ഉമ്മയും ഒക്കെ വിളിച്ചു നോക്കി, കേൾക്കുന്നേയില്ല. വൈകുന്നേരമായപ്പോൾ ബോധം തെളിഞ്ഞു. ഉടനെ ചോദിച്ചു, എൻ്റെ ഹബീബയുടെ, എൻ്റെ ഹബീബയുടെ. വേജാറോടെ നോക്കി നിൽക്കുന്ന കുടുംബക്കാർക്ക് അത് അത്ര രസിച്ചില്ല. നീ എന്തെങ്കിലും ഭക്ഷണം കഴിക്ക്, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. അവർ പലതും പറഞ്ഞു നോക്കി, പക്ഷേ മഹാൻ സമ്മതിച്ചില്ല. ഇല്ല, എൻ്റെ ഹബീബിനെ കാണാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല. അവസാനം മുത്തുനബി തങ്ങൾ ദാറുൽ അർക്കമിൽ സുരക്ഷിതരായി ഉണ്ടെന്ന വിവരം കിട്ടിയതോടെ സിദ്ദീഖ് തങ്ങൾ അവിടേക്ക് എടുത്തു കൊണ്ടുപോയി. സിദ്ദീഖ് തങ്ങളെ മുഖം കണ്ട് മുത്തുനബി തങ്ങൾ വാരിപ്പുണർന്നു. എന്നിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. അന്നപ്പോൾ മഹാൻ പറഞ്ഞു, എനിക്കൊരു ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ, അങ്ങേക്ക് എന്തെങ്കിലും പറ്റിയോ? അതായിരുന്നു മഹാന്റെ ചോദ്യം. നോക്കൂ കൂട്ടുകാരെ, സ്നേഹത്തിൻ്റെ കിതാബിൽ അത്യാർത്ഥം എഴുതി ചേർക്കാൻ പറ്റാത്ത വിധം ലയിച്ചേർന്നതായിരുന്നു ഹബീബിൻ്റെയും മെഹബൂബിൻ്റെയും സ്നേഹലോകം. എൻ്റെ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ? സിദ്ദീഖ് തങ്ങളെ പോലെ മുത്തുനബിയെയും സ്നേഹിക്കാൻ അല്ലാഹു തആല നമുക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. Thank you, Jasa Fatima. It was a beautiful story. Next